ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൂർ ജില്ലയിൽ വായാട്ടുപറമ്പ് പള്ളീൻ്റെ അടുത്ത് ഒരു 500 മീറ്റർ അകലത്തിൽ മലയോര ഹൈവേനോട് ചേർന്ന് കിടക്കണം ഈ കാണുന്ന ഒരു 80 സെൻറ്റ് സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ പാകത്തിന് പ്ലോട്ടുകളായോ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ചങ്കളെ, നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ആ ഒരു വീട് നിൽക്കണമെങ്കിൽ ആ വീടിൻ്റെ ദർശനം വരുന്ന കിഴക്കോട്ടാണ്. അതുപോലത്തെ ഒരു വീട് നിങ്ങൾ ഈ ഒരു പ്ലോട്ട് മേടിച്ചിട്ട് ഇതിനകത്തൊരു വീട് വെക്കാന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീട് തന്നെ നിങ്ങൾക്ക് വെക്കാം. അത് തന്നെയാണ് നമ്മളെ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് നടുവിൽ പഞ്ചായത്ത്, അതുപോലെ വെള്ളാട് വില്ലേജിലും പെട്ടിട്ടുള്ള സ്ഥലമാണ്. പിന്നെ തളിപ്പറമ്പ് താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് വരാനുള്ള വഴി സൗകര്യം അതുപോലെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിനും കൂടി ഒന്ന് പോയിട്ട് നോക്കാൻ ഒന്നും വഴി തെറ്റാനില്ല. അതാക്കണം ഈ റോഡ് വരുന്ന നമ്മളെ വായാട്ടുപറമ്പ് ചർച്ചിൻ്റെ ഫ്രണ്ട് കൂടെ വരുന്ന റോഡാണ് കേട്ടോ. അതായത് വായാട്ടുപറമ്പ് ചർച്ചിൻ്റെ അടുത്തുനിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അതും കരുവഞ്ചാലി ഇരുട്ടി പോണ മലയോര സൈഡിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. കരുവഞ്ചാലിൽ നിന്ന് വരികയാണെങ്കിൽ 2.5 കിലോമീറ്റർ ദൂരം. അതുപോലെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നടുവിൽ ചെമ്പേരി അതുപോലെ ഇരുട്ടിയൊക്കെ പോണ കണ്ണൂർ മട്ടന്നൂർ എയർപോർട്ട് മലയോര ഹൈവേ ആണിത്. നടുവിലോട്ട് പോകുകയാണെങ്കിൽ 4 കിലോമീറ്റർ, അതുപോലെ ഇരുട്ടിക്ക് 38 കിലോമീറ്ററും. പിന്നെ നമ്മളെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ടാണെങ്കിൽ ഒരു 40 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കണം ഈ കാണുന്ന കിണ്ണം കാച്ച മുതൽ സ്ഥലമാണ് നിങ്ങൾക്ക് നമ്മൾ കാട്ടിത്തരാൻ പോണത്. ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കുക, അതല്ലെങ്കിൽ പ്ലോട്ടുകളായിട്ടും തിരിച്ചു കൊടുക്കുന്നതാണ്. മിനിമം 25 സെൻറ്റ് സ്ഥലമായിട്ടാണ് മിനിമം ആയിട്ട് കൊടുക്കുന്നത്. ചുറ്റുപാടുതാണ് ഇഷ്ടം പോലെ വീടുകളുണ്ട്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായാട്ടുപറമ്പ് ചർച്ചിൻ്റെ അടുത്ത് വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് കിഡിലം പ്ലോട്ട് തന്നെയാണ് അല്ലേ. അതും മെക്കാടൻ ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, കിഴക്കോട്ട് ദർശനമല്ല കിടിലം സെറ്റപ്പ് വീടുകൾ വെക്കട്ടോ. നമുക്ക് വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് പറ്റാത്ത വെള്ളമുള്ള കിണർ കുത്തിക്കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം കിട്ടും കേട്ടോ. അത് ഇതുണ്ടല്ലോ നിങ്ങൾ നമ്മളെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊരു തോട് ഒഴുകുന്നുണ്ട്. ഇപ്പോൾ ഇതാക്കുന്ന വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് നമ്മൾ പറഞ്ഞ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഇടതുനിന്ന് വലത്തോട്ടാണ് അതിൻ്റെ നീരൊഴുക്ക് പോകണം കേട്ടോ. ഒരുപാട് ആൾക്കാർ വീട് വെക്കുമ്പോൾ വാസ്തുപ്രകാരമൊക്കെ വീട് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ പറഞ്ഞു തന്നാണ് കേട്ടോ. പിന്നെ ഇതാക്കണം ഏത് വാഹനങ്ങൾ വേണമെങ്കിലും പ്ലോട്ടിക്ക് വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളും എല്ലാം ഇതാക്കണം. ഈ കാണുന്നത് മൊത്തം നമ്മളെ ഈ ഒരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ. 80 സെൻറ്റ് സ്ഥലം. അതായത് ആ ഒരു മതിൽ തിട്ട് കെട്ടിയില്ലെങ്കിൽ അതുവരെയാണ് നമുക്ക് അതിര് വരുന്നത്. അതിങ്ങനെ ഒരൊറ്റ പീസായിട്ടതാണ്, ഇതേപോലെ ഒരൊറ്റ പീസായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തോടാണ് അതിര്. ആ ഒരു ഭാഗത്ത് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് അവിടെയും കിട്ടുന്നുണ്ട് അല്ലേ. അതെ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല കണ്ണായ സ്ഥലത്തൊക്കെ വീട് വെക്കണത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, അതും ചർച്ചിനോടൊക്കെ അടുത്ത് നടന്നെത്താനുള്ള ദൂരത്തിലൊക്കെ ഒരു വീട് വെക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മേടിച്ചിട്ടോളിട്ടോ. നല്ല സ്ഥലമാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് ലെവലിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മണ്ണൊക്കെ എടുത്തിട്ട് കുറച്ചും കൂടി ലെവലാക്കുകയും ചെയ്യാം. എന്നിട്ട് അതേപോലെ ആ ഒരു വീട് പണിത പോലെ തന്നെ നമുക്ക് റോഡ് ലെവലിൽ നമുക്ക് വീട് പണിയുകയും ചെയ്യാം അല്ലേ. അതെ, അതിനൊക്കെ പറ്റുന്നതാണ്. ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടി മണ്ണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സെറ്റപ്പ് ആവുകയും ചെയ്യും അല്ലേ. അതെ. ഇനിയിപ്പോൾ വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 1/2 കിലോമീറ്ററിൽ ഇവിടെ വായാട്ടുപറമ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് കരുവഞ്ചാലിൽ എത്തിക്കഴിഞ്ഞാലാണെങ്കിലും അത്യാവശ്യം വേണ്ട ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അടുത്തുണ്ട്. ചെറുപുഴയ്ക്ക്, ചെമ്പേരിക്ക്, ശ്രീകണ്ഠപുരം ഒക്കെ 20 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന്. അപ്പോൾ നോക്കിയാൽ നമുക്ക് ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നുണ്ട് ഏകദേശം ഒരു 13 കിലോമീറ്റർ അകലത്തിൽ. അതെ. അപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ ഇങ്ങനെ ഇവിടെ നിൽക്കണം. ഇവിടുന്ന് അങ്ങോട്ടുള്ള മൊത്തത്തിലുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അവിടെ നോക്കിയാൽ നിങ്ങൾ നല്ല സ്ഥലമാണ്. പിന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ നമുക്ക് പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാക്കണം, ഇതാണ് ഇപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ റോഡ് വരുന്നുണ്ട്. ഇതിന്റെ മതിലിനോട് ചാരിയിട്ട് അതും കൂടി ഒന്ന് പോയിട്ട് ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ. നമുക്ക് റോഡിൽ തന്നെ കയറി കാണിച്ചു കൊടുക്കാം. നമ്മളിപ്പോ അതിൽ പോയിട്ടല്ലേ കാണിച്ചു കൊടുത്തേ. ഇനി നമുക്ക് റോഡ് വന്ന് നേരെ ഇതിലാണ്ട് പോയി കാണിച്ചു കൊടുത്താലോ. കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇങ്ങോട്ട് വാ. അപ്പൊ വേറെ കാര്യമുണ്ട്, ഈ ഒരു വീട് പണിതില്ലേ, അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മണ്ണൊക്കെ എടുത്തിട്ട് നീക്കം വലിച്ചിട്ട് നല്ല റോഡ് ലെവലായിട്ട് അങ്ങനെ ചെയ്യണേ, അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ അതിൽ ഇങ്ങനെ കുറച്ച് ഹൈറ്റ് ആയിട്ട് കുറച്ച് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾക്ക് വീട് വെക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. കുറച്ച് ഹൈറ്റിൽ വെക്കണാണ് അവിടെ നിന്ന് വരുമ്പോ കാണാനുള്ള ഒരു വ്യൂ ഇത് കിട്ടുക, സ്റ്റൈൽ കിട്ടുക അല്ലേ. മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയാ, നല്ല വേറെ ലെവൽ സ്റ്റൈല് സ്ഥലമാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മളൊരു വീട് വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കരുവഞ്ചാൽ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ചെറുപുഴ ടൗൺ അടുത്താണ്, ശ്രീകണ്ഠപുരം ഒക്കെ എല്ലാവിധ വലിയ വലിയ ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ.
ഇതാണ് വണ്ടികളൊക്കെ നമ്മളെ പോകണല്ലേ. പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ എല്ലായിടത്തോട്ടും ബസ് സർവീസ് ഉള്ളതാണ്. കണ്ണൂര് ഒന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളല്ല. അതാണ് ഇവിടെ ഇഷ്ടം പോലെ ബസ്സാണ്. ഇവിടെ നിൽക്കുമ്പോൾ മിനിറ്റിന് നമുക്ക് ബസ് പോകുന്നുണ്ട്. നമുക്ക് ഇരിട്ടിയിലോട്ടും അതുപോലെ തന്നെ നമുക്ക് പിന്നെ എല്ലായിടത്തോട്ടും ഭാഗത്തോട്ടൊക്കെ ഇഷ്ടം പോലെ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുങ്ങാണ്ട് ആ റോഡ് കണ്ട് ഇറങ്ങി നിന്നാൽ മതി. അപ്പോൾ പ്ലോട്ടൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ വായാട്ടുപറമ്പ ടൗണിൽ നിന്ന്, അതായത് വായാട്ടുപറമ്പ പള്ളീൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പം മൊത്തം 80 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. പാർട്ടിന് ഇതിൻ്റെ ഓണർ ഇതിന് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 2.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് തന്നെ ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം അല്ലേ. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ. അതെ, ബൈ ബൈ.